നമ്മളെ പാലക്കാട് വെറും 10 രൂപയ്ക്ക് നൈറ്റ് സ്പോട്ട് വന്നിരിക്കുന്നത്. പേര് വരുന്ന നൈറ്റ് സ്പോട്ട് എന്നാണ്. പേര് പോലെ തന്നെ ഫോർട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോയാലോ, കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടുന്ന് കാണാം. ബ്രോ എങ്ങനെയുണ്ട് പുതിയ സ്പോട്ട്? എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി ഉഷാറല്ലേ, കുട്ടികളെയും കൊണ്ടുവരാനുള്ള ചിൽഡ്രൻസിനെയും കൊണ്ടുവരാനുള്ള അടിപൊളി സ്പോട്ടാണ്. 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് അടിപൊളി വെറുത്താണ്. ഒന്ന് നമുക്ക് എൻജോയ്മെന്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. ബ്രോ എങ്ങനെയുണ്ട് പുതിയ സ്പോട്ട്? എങ്ങനെയുണ്ട് സ്പോട്ട്? കുഴപ്പമില്ല, നല്ല ആംബിയൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ രാത്രി 10 മണി പറയുമ്പോൾ അത് നമുക്ക് നൈറ്റ് ലൈഫ് കൊണ്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പം. സമയം കുറച്ചുകൂടി കൂട്ടണം. സമയം കൂട്ടണം, അറ്റ്ലീസ്റ്റ് 12 മണി വരെയും വെക്കണം. ബാക്കിയെല്ലാം കുഴപ്പമില്ല, നന്നായിട്ട്. ബ്രോ എങ്ങനെയുണ്ട് പുതിയ സ്പോട്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുഴപ്പമില്ല. ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ ചേച്ചി? പുതിയ സ്പോട്ട് എങ്ങനെയുണ്ട് ചേച്ചി? കുഴപ്പമില്ല, നല്ല സ്പോട്ടാണ്. ഇത് ഇത്രയും ദിവസം അടഞ്ഞു കിടന്നിരുന്നു. ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്തപ്പോ കുഴപ്പമില്ല, എല്ലാവർക്കും വരാനും കുറച്ചു നേരം ഈവനിങ് ടൈമിൽ വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും കുട്ടികൾക്കാണെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സ്പോട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ. എങ്ങനെയുണ്ട് പുതിയ സ്പോട്ട്? എങ്ങനെയുണ്ട്? അടിപൊളി സ്പോട്ടാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും അതുപോലെ ഫാമിലി ആയിട്ട് പിള്ളേരായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ അടിപൊളിയായിട്ട് പറ്റുന്ന സ്ഥലമാണ്. ഇഷ്ടപ്പെട്ടോ? അടിപൊളി, ഒന്നും പറയാനില്ല. ഇതുവരെ മീൻസ് വരാൻ വൈകിയതില് ഭയങ്കര ഖേദിക്കുന്നു. അടിപൊളി, പിള്ളേരായിട്ട് വരാനും അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയ അടിപൊളി സ്പോട്ട്, ഒന്നും പറയാനില്ല. ഇനിയും കൂടുതൽ അഡ്വഞ്ചറുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടി വന്നാൽ അടിപൊളി, കുറച്ചും കൂടി പുതിയ സെറ്റപ്പ് പാലക്കാടിന്റെ ഹൃദയഭാഗത്താണ് ഡോക്ടർ AR മേനോൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതില് എൻട്രി ഫീ ആയിട്ട് നമ്മളിപ്പോ ഏകദേശം 10 രൂപയാണ് ഒരു ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. അത് നിസ്സാര തുകയാണ്. കാരണം ഇതിനകത്ത് ഏകദേശം 1,50,000 ചെടികൾ തന്നെ ഉണ്ട്. വെറൈറ്റി ചെടികൾ. അത് പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ളതാണ്. ഈ പാർക്ക് ഏകദേശം ഒരു 10-35 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ കയ്യിലുള്ള പാർക്കാണ്. പക്ഷെ മൈൻ്റനൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ലൈറ്റ് കൊണ്ടൊരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ നമ്മളിപ്പോ നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ ലൈറ്റുകൾ, അതേപോലെ വാട്ടർ ഡീജെ, ഇങ്ങനെയുള്ള ക്യാൻറ്റീന്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉള്ള പ്ലേ ഏരിയ, അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ കുട്ടികൾ നമ്മളെ എങ്ങനെ ആകർഷിക്കാൻ പറ്റും, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് നമ്മളവിടെ ഐ ലവ് പാലക്കാടിനുള്ള ഫോട്ടോഷൂട്ടിനുള്ള പ്ലേസ്, അതുപോലെ തന്നെ നല്ല ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറേബ്യൻ ഫുഡ് ഉണ്ട്. ചായ, സ്നാക്സ്, ജ്യൂസ്, മൊജിറ്റോ, എല്ലാ ടൈപ്പ് ഫുഡും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഫുഡ് കോർട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു ഫുഡ് കോർട്ട് ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി അമ്യൂസ്മെന്റ് പാർക്ക്, ഏറ്റവും അവസാനത്തായിട്ട് നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്ക് തന്നെ ഉണ്ടാക്കുന്നത്. അത് സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്വിമ്മിംഗ് പൂൾ